മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിതിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേന ഫ്രൈ ആണ്. അപ്പോൾ ഈ ചേന ഫ്രൈ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ നമ്മൾക്കൊരു കഷ്ണം ചേന കിട്ടിയിട്ടുണ്ട്. ഈ ചേന നമ്മൾക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ചേന സ്റ്റീം ചെയ്യാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മുളക് അരച്ച് ചേർക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി നല്ലോണം കുഴച്ച് നമുക്ക് ചേനയിൽ പുരട്ടി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇതേപോലെ സപ്പോർട്ട് തരണം. നമ്മൾ മസാലയെല്ലാം ഇവിടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ചേനേൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ടൊന്ന് മസാലയെല്ലാം എടുത്തൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾക്ക് ചേന കഷ്ണങ്ങളിൽ മസാലയെല്ലാം പുരട്ടിയെടുക്കാം. മസാലയെല്ലാം ഇവിടെ പുരട്ടി വെച്ചോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. ഇത് പകുതി വെന്തതാണ് നമ്മൾ സ്റ്റീമിൽ ഉപയോഗിച്ചത് കൊണ്ട്. ഇതവിടെ പാത്രം വെച്ചുകൊണ്ട് ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണിത്, ചേന ഫ്രൈ. മേലെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വേഗം വെന്ത് കിട്ടും. നമ്മൾ പകുതി ആവിയിൽ വേവിച്ചതാണ്. അത് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ ചേനയെല്ലാം മറിച്ചിട്ട് കൊടുക്കും. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഉണ്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചേന പിന്നെ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ അരച്ച് വെച്ച് ഉപയോഗിക്കാം. ചേന ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ആരോഗ്യപരവും സ്വാദിഷ്ടവുമായിട്ടുള്ള ചേന ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.